ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഒരു കൊളാബറേഷൻ്റെ ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെ റിലേറ്റ് ചെയ്ത് ഒത്തിരി ക്വസ്റ്റ്യൻസായി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അതിൽ ഞാൻ കോമൺ ആയിട്ട് കണ്ട കുറച്ച് ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഹൗ ടു റീച്ച് ബാങ്ക്സ് ഫോർ കൊളാബറേഷൻ ഫോർ PR ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നുള്ളത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണ്, അല്ലെങ്കിൽ കൊളാബറേഷൻ എന്താണെന്ന് അറിയില്ലാത്തവരാണ്, അല്ലെങ്കിൽ കൊളാബറേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ കൊളാബറേഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. കൊളാബറേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളുണ്ട്. അതിൽ ചെയ്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ എന്താണെന്ന് പറയുന്നത്, ആ ഒരു ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, കൊളാബറേഷൻ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന 2 രീതി എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് ഇമെയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം DM ആണ്. അപ്പോൾ എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ സൈഡിൽ കാണിക്കാം. ഇതൊരു കൊളാബറേഷൻ തരുന്ന ഒരു ഒരു പ്രൊഫൈലാണെന്ന് വിചാരിക്കുക. സോ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഇങ്ങോട്ട് നമുക്ക് കൂടുതൽ കൊളാബറേഷൻ്റെ ഇത് വരത്തില്ല. നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം. ആ അപ്രോച്ച് ചെയ്യുന്ന രീതി ഞാൻ ഓൾറെഡി മറ്റേ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ഓക്കെ. അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ ആ ഒരു ഫോർമാറ്റിൽ വേണം നിങ്ങൾക്ക് ഇപ്പോൾ മെസ്സേജ് അയക്കാനാണെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ മെയിൽ അയക്കാനാണെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ അവിടെ തന്നെ അവരുടെ ഇമെയിൽ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഏതൊരു ഇതിലാണെങ്കിൽ ആ കൊളാബറേഷനിൽ നമ്മൾ എടുക്കുമ്പോൾ അവരോട് കൊടുത്തിട്ടുണ്ടാവും. ഇനി കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് DM അയക്കാവുന്നതാണ്, ഞാൻ പറഞ്ഞ ഒരു ഫോർമാറ്റിൽ. അപ്പോൾ ഇപ്പോൾ മെയിൽ അയക്കാനാണെങ്കിൽ പോലും നമ്മൾ അവരുടെ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു മെയിൽ ID ക്ലിക്ക് ചെയ്ത് നമുക്കതിലേക്ക് നമുക്കിത് സെൻഡ് ചെയ്യാവുന്നതാണ്. നമുക്കിങ്ങനെ താല്പര്യമുണ്ട് ആ ഒരു ഇത് തന്നെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു മെയിൽ നമുക്ക് അയക്കേണ്ടതെന്നുള്ളതിൻ്റെയൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ആഗ്രഹിക്കുന്നുള്ളവരാണെങ്കിൽ എൻ്റെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലായിടത്തും അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അവരെല്ലാവരും നമ്മളായിട്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ ആവണമെന്നില്ല. ചിലവർ നമ്മൾ മെസ്സേജ് റിപ്ലൈ തരത്തില്ലെന്നല്ല, അവർ ചിലപ്പോൾ നമ്മളോട് കൂടുതൽ ഇപ്പോൾ വലിയ വലിയ ബ്രാൻഡ്സ് ആണെങ്കിൽ അവർ നമ്മളോട് നമ്മളെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കും. എന്നിട്ട് അവർ ഓക്കെ ആണെങ്കിൽ അവർ നമ്മൾ അപ്രോച്ച് ചെയ്യും. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഫസ്റ്റായിട്ട് കൊളാബറേഷൻ ഇത് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പോയിട്ട് വലിയ വലിയ ബ്രാൻഡ്സായിട്ട് കൊളാബറേഷന് വേണ്ടി അപ്രോച്ച് ചെയ്യരുത്. കാരണം അവർക്ക് കുറേ കണ്ടീഷനുണ്ട്. നമ്മൾക്കിപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിൽ 1 മില്യൺ ഫോളോവേഴ്സൊക്കെ വേണം, അല്ലെങ്കിൽ ഇത്ര വ്യൂസ് ഉണ്ടായിരിക്കണം, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ യൂട്യൂബിലാണെങ്കിൽ 1K വ്യൂസാണ് അറ്റ്ലീസ്റ്റ് വേണം നമുക്ക് ആ ഒരു വീഡിയോ നമ്മൾ അതിനെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റയിലാണെങ്കിൽ അതിന് ഇത്ര വ്യൂസ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ ഇപ്പോൾ സ്മോളായിട്ടുള്ള ഒരു ബിഗിനർ നമ്മളിത് ചെയ്യുന്ന ഒരു കൊളാബറേറ്റ് ഇതാണെങ്കിൽ 1K ഫോളോവേഴ്സൊക്കെ മതിയായിരിക്കും ഇൻസ്റ്റയിൽ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് പോകുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കൊളാബറേഷൻ ഈ ഇൻസ്റ്റയിൽ കൂടി നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയോ അല്ലെങ്കിൽ ഇമെയിൽ അങ്ങനെയല്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കുറേ ആപ്പുകൾ, കൊളാബറേഷൻ തരുന്ന ആപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. കാരണം ഒരുപാട് എന്താ പറയുക, ഫ്രോഡായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈവൻ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ കാണാൻ പറ്റും കുറച്ച് കൊളാബറേഷൻ ചാനൽസൊക്കെ. ഇപ്പോൾ ബഡ്ഡിങ് ഇൻഫ്ലുവൻസർ, അതിൽ ഒത്തിരിയേറെ കൊളാബറേഷൻസ് ഡെയിലി അതിൽ വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ്. കാരണം നമ്മൾ കൊളാബറേഷന് വേണ്ടി അവർക്ക് അപ്രോച്ച് ചെയ്തു, അവർക്ക് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തു, അപ്പം തന്നെ നമുക്ക് റിപ്ലൈ കിട്ടണമെന്നൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവർ റിപ്ലൈ തരും. ചിലപ്പോൾ നോ എന്നായിരിക്കും, ചിലപ്പോൾ ഓക്കെ, അവർ ഓക്കെ ആണ്, വില്ലിങ് ആണെന്നായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ എന്താ പറയുക, വെയിറ്റ് ചെയ്യണം. എന്നിട്ട് സമാധാനത്തിൽ അത് നോക്കി തിരക്കി എന്നിട്ട് എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അത് കാര്യം ശ്രദ്ധിക്കുക. അതിപ്പോൾ ആപ്പിലൂടെ ആണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അത് അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണെങ്കിലും നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ബിഗിനർ ഇപ്പം 3 തരത്തിലുള്ള കൊളാബറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊളാബറേഷൻ ചെയ്യണ്ട. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് കൊളാബറേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ അതിൽ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി അതിനുശേഷം നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരുപാട് ഫ്രോഡും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആ ഒരു കൊളാബറേഷൻ ഒരു ബിഗിനറുള്ള രീതിയിൽ ചെയ്യണ്ട. പിന്നെ പെയ്ഡും
അതേപോലെ തന്നെ ബാർട്ടർ കൊളാബറേഷൻ. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ബാർട്ടർ കൊളാബറേഷൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ സാധാ ഒരു കൊളാബറേഷനെ പറ്റിയുള്ള വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ ബ്രാൻഡ്സിൻ്റെ കൊളാബറേഷൻ പിന്നീട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണെങ്കിലും നീറ്റായിട്ട് തന്നെ എന്താ പറയുക എല്ലാം ചെയ്യുക. കാരണം അവർ ശ്രദ്ധിക്കും നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്, ഒരു പ്രൊഫഷണൽ രീതിയിലാണോ എന്താണെന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ അവർ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ വലിയ വലിയ ബ്രാൻഡ്സ് ആയിട്ടുള്ള കൊളാബറേഷൻ്റെ കാര്യങ്ങൾ ഓക്കെയായിട്ട് പറയത്തുള്ളൂ. കാരണം എലിജിബിൾ ആണോ എന്ന് അവർ നോക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾക്കിപ്പോൾ മെയിലിൽ ഇങ്ങനെ കൊളാബറേഷൻ ഇത് വരുമ്പോൾ ഇങ്ങോട്ട് വരുന്ന മെസ്സേജ് അതെല്ലാം എന്താ കറക്റ്റായിട്ടുള്ളതായിരിക്കില്ല. നിങ്ങൾ അറിയാണ്ട് കയറിയ ലിങ്കിലൊക്കെ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി നേരത്തെ ഇത് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ഒരു കൊളാബറേഷൻ്റെ ചാനലിൽ നിന്ന് വരുന്നൊരു മെയിലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രോഡായിട്ട് വരുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് അവർ ഇങ്ങോട്ടൊരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇപ്പോൾ തരുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ കൂടുതലും ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ നെയിം, ഇമെയിൽ ID, അല്ലെങ്കിൽ ഇപ്പം ഫോൺ നമ്പർ, അങ്ങനെ കുറച്ച് നമ്മൾ ഏത് കൊളാബറേഷൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതും ജെനുവിൻ ആണോ എന്ന് നോക്കിയിട്ട് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് അവർക്ക് കൊടുക്കുക. ചിലപ്പോൾ 24 hours നിങ്ങൾക്ക് റിപ്ലൈ തരും. ഇല്ല എന്നാണെങ്കിൽ അവർ റിപ്ലൈ തരത്തില്ല. ബട്ട് കുഴപ്പമില്ല, നമ്മൾ അടുത്ത ഇതുമായിട്ട് ഇതേപോലെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊളാബറേഷൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നതല്ല. ഒരുപാട് ഫ്രോഡും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എടുത്തെടുത്ത് പറയുവാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടി. പിന്നെ നേരത്തെ എടുത്ത് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊളാബറേഷൻ ചെയ്യാണ്ടിരിക്കുക, പിന്നെ ചെറുതിൽ നിന്ന് തുടങ്ങുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അപ്രോച്ച് ചെയ്ത് അവരിങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ കറക്റ്റായിട്ട് എല്ലാം ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ക്വാളിറ്റി മെയിനാണ്, അവർ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ നന്നായിട്ട് തന്നെ അത് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള എന്താ പറയുക എക്സ്പ്ലനേഷൻ ആണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പോലും കുറേ പേര് ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ എനിക്കറിയാം കുറേ പേർക്ക് ഡൗട്ടുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ പോലും പറ്റുന്ന ആൾക്കാർക്ക് ഞാൻ മെസ്സേജ് ചെയ്യാം. പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ താങ്ക്സ് എവറി വൺ ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.